ഹലോ. നാട്ടുകാരുടെ ചീത്തവിളി മൊത്തം കേട്ടിട്ട് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, മഴ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. നല്ല വെട്ടവും നല്ല കാറ്റും ഒക്കെയുള്ളൊരു അന്തരീക്ഷമാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ മഴ മാറി എന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ആളൊന്ന് മറഞ്ഞു നിൽക്കുന്നതാവും കേട്ടോ. ഒന്ന് സൈലൻ്റായിട്ട് വന്ന് നല്ല അടിച്ച് പൊളിച്ച് പെയ്യാനാണോ എന്നും അറിയത്തില്ല. അപ്പോൾ രാവിലെ ഞാൻ കുറേ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ട് കുറേ വിറകൊക്കെ വാരി ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുപ്പൊക്കെ കത്തിക്കാനായിട്ട് വലിയ പാടാണേ. അവിടെ ഇറങ്ങി ഒന്ന് നമ്മുടെ ചെടികളുടെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കാനുണ്ട്. ചിലതെല്ലാം ചരിഞ്ഞ് കിടപ്പുണ്ട്, ചിലതൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പൂക്കൾക്ക് അധികം ആയുസ് ഈ മഴയത്ത് കാണത്തില്ല. വിരിഞ്ഞൊക്കെ നിൽക്കുമ്പം കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് ചീഞ്ഞ് പോവേ, എല്ലാം അങ്ങ് ചാഞ്ഞ് കിടക്കും കേട്ടോ, മഴവെള്ളമൊക്കെ കയറിയിട്ടേ. അപ്പോൾ നമ്മുടെ മണി പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ കുറേയൊക്കെ വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പച്ച പിടിച്ചിട്ട് വേണം വീണ്ടും തിരിച്ചിങ്ങോട്ട് കൊണ്ട് വെക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഒരു സംഗതി കാണിച്ചു തരാവേ. നമ്മൾ കുറേ ദിവസം മുന്നേ കവറിട്ട് നിർത്തിയിരിക്കുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്, തണ്ണിമത്തങ്ങ കേട്ടോ. അത് ഒരു പരുവം ആയി വരുന്നതേ ഉള്ളൂ, എന്നാലും നമ്മുടെ കൈപ്പിടിക്ക് ഒതുങ്ങാവുന്നതിൻ്റെ അത്ര വലിപ്പമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം കേട്ടോ. ബാക്കിയൊക്കെ വിത്തിട്ടത് എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. കുമ്പളങ്ങ എല്ലാം കാ പിടിക്കുന്നുണ്ടെങ്കിലും എല്ലാം അങ്ങ് ചീഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ആളിന് ഞാൻ ഒരു കവറൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഒരു കൈപ്പിടി ഒതുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കണ്ട, ചിലപ്പോൾ അങ്ങ് പനലായി പോകും, നമുക്ക് അറിയത്തില്ല കേട്ടോ. നമ്മൾ അത്രയും സൂക്ഷിച്ച് നോക്കുകയാണ് ആളിനെ. കിട്ടിയാൽ ഭാഗ്യം. ഞെട്ടിനൊക്കെ അനക്കം സംഭവിച്ചാൽ പിന്നെ അത് പിറ്റത്തില്ല കേട്ടോ. അത് പിന്നെ പിടിച്ച് വരത്തില്ല, എല്ലാം അങ്ങ് ചീഞ്ഞു പോവേ. അപ്പോൾ ഇത് ഇത്ര ആയിട്ടുണ്ട്. കുറച്ചുകൂടെ വലിപ്പമാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കവർ മാറ്റി വേറെ കവറിലിടും എന്നാണ് പ്ലാൻ. രക്ഷപ്പെട്ടാൽ നമ്മുടെ ഭാഗ്യം. 2-3 കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം അങ്ങ് ചീഞ്ഞു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.